ഹായ്, ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ കലോറി കുറവുള്ള, ആവശ്യത്തിന് പ്രോട്ടീനും ഫൈബറും അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ദോശയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് ചെറുപയർ എടുക്കാം. ഈ ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം വെള്ളം ചേർത്തിട്ട് കുതിർക്കാനായിട്ട് വെക്കണം. ഒരു 8 മണിക്കൂർ നമുക്കിത് കുതിർത്ത് വയ്ക്കാം. ഇപ്പോൾ ഇതേ പയറൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം മാറ്റി ഒന്നുകൂടെ നല്ലപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് ഊറ്റി വയ്ക്കാം. ഈ ചെറുപയർ ഒരു 12 മണിക്കൂർ ഇതുപോലെ തന്നെ വയ്ക്കാം. പയർ മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ഇത് മൂടി വയ്ക്കാം കേട്ടോ. രാത്രി കുറച്ച് നേരത്തെ ഊറ്റി വയ്ക്കുകയാണെങ്കിൽ കാലത്തേക്ക് എല്ലാതും മുളച്ച് വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ ഞാൻ കാലത്തെടുത്തതാണ്. നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഈ മുളപ്പിച്ച പയർ കൊണ്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പയറൊക്കെ മിക്സിയുടെ വലിയ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയിലയും 3-4 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. എന്നിട്ടിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരയണം. ഇതുപോലെ പയർ അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും മാവിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ളൊരു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബാറ്റർ അധികം ലൂസാവരുത്. ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത്. ഈ നോൺ സ്റ്റിക്ക് പാൻ നല്ല ചൂടാകുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കാം. സാധാരണ അരിയുടെ ദോശമാവ് ഒഴിക്കുന്ന പോലെ തന്നെ നമുക്കിത് പരത്തിയിട്ട് ചുട്ടെടുക്കാനായിട്ട് പറ്റും. മുകൾ ഭാഗമൊക്കെ ഒന്ന് കളറും മാറുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മുകളിൽ അല്പം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മൾ സാധാരണ അരി ദോശയ്ക്ക് കഴിക്കുന്ന ഏത് കറിയും ചട്നിയും ഒക്കെ ഇതിനും പറ്റും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ദോശയാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്